ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ മേഖലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ചാലിയാർ പഞ്ചായത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കാലം മുന്നിൽ കണ്ട് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് ഡിഎംഒ ഡോക്ടർ രേണുക അറിയിച്ചു. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വ്യാപനമായിട്ട് കുറച്ചൊരു ആശങ്കയുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് നമ്മുടെ കഴിഞ്ഞ് അത് കുറഞ്ഞു വന്ന സമയത്താണ് വീണ്ടും ഹൗസ് ക്ലസ്റ്ററുകൾ വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ പ്രിവെൻഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അവരുടെ ആ ഒരു ശീലവൽക്കരണത്തിലും കൂടെ അത് വന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം, ശരിക്കും പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക, അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും. കാരണം ഒരു രോഗി ഒരു വീട്ടിലാണ് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ കണ്ടത്, മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റോ കേസുകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഒരു രോഗിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ 2 ആഴ്ച 3 ആഴ്ച നിൽക്കും. അതിനുശേഷം അവർക്ക് ആ 2 ആഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. പിന്നെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം ആയിരിക്കും ഒരു ഇതില്. അത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലയളവുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരു മാസം വളരെ കർശനമായിട്ട് നമ്മൾ കോവിഡിന് പറയുന്ന പോലെ സാമൂഹ്യ അകലം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ആ രോഗിയുമായിട്ട് ഇടപഴകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗിയുമായിട്ട് അവരുടെ ഭക്ഷണം എടുക്കുന്നതും അതുപോലെ മറ്റ് കൂടുതലായിട്ടുള്ള സമ്പർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. രോഗിക്കാണെങ്കിലും അതുപോലെ അവരെ പരിചരിക്കുന്നവരാണെങ്കിലും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ സോപ്പിട്ട് കഴുകുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇളം ചൂടോടെ ആഹാരം കഴിക്കുക. മൂടി വയ്ക്കുക, ഭക്ഷണപദാർത്ഥങ്ങൾ മൂടി വെക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോയ്ലറ്റുകളിൽ പോയി ആ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. കാരണം രോഗി ടോയ്ലറ്റിൽ പോയി കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകാതെ വന്ന് അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിക്കുമ്പോൾ പിന്നീട് പോകുന്ന ആൾക്കാർക്ക് അവർ ആ ഹാൻഡൊക്കെ പിടിച്ചാൽ അവർക്കും അസുഖങ്ങൾ വരാൻ. കാരണം നമുക്കറിയാം, നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൈ സാനിറ്റൈസ് ചെയ്യാതെ നമ്മൾ ആ കൈ കൊണ്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അസുഖം വരുന്നത്. ചാലിയാർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ 1 മാസത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. പഞ്ചായത്തിൽ ഇതുവരെ 50 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. ഇതിൽ 2 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ നിലമ്പൂരിൽ 5 പേരും ചാലിയാർ പഞ്ചായത്തിൽ 2 പേരും ചികിത്സയിലുണ്ട്. മഴക്കാലം അടുത്ത സാഹചര്യത്തിൽ രോഗവ്യാപനം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും വ്യക്തിശുചിത്വം പാലിക്കണമെന്നും ഡിഎംഒ ആവശ്യപ്പെട്ടു. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചാൽ 1 മാസത്തേക്ക് സമ്പർക്കങ്ങൾ പരമാവധി ഒഴിവാക്കണം. ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് ഭരണസമിതിക്കും പുറമെ വിവിധ വകുപ്പുകൾ, വ്യാപാരികൾ, ഹോട്ടൽ കൂൾബാർ ഉടമകൾ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും സഹകരണത്തോടെ ബോധവൽക്കരണം ഉൾപ്പെടെ സജീവമാക്കാനും തീരുമാനിച്ചു. ഒറ്റമൂലി മരുന്നുകൾ കഴിക്കരുതെന്നും രോഗലക്ഷണം കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണമെന്നും ഡിഎംഒ യോഗത്തിൽ നിർദ്ദേശിച്ചു. മഴക്കാലം മുന്നിൽ നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായി മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ തുടരും. കരൾ രോഗങ്ങൾ ഉള്ളവർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മരണസാധ്യത കൂടുതലുള്ളത്. 4000-ലേറെ പേർക്കാണ് ജില്ലയിൽ ഇക്കുറി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 11 പേരാണ് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് മരിച്ചതെങ്കിലും 8 പേരുടെ മരണത്തിലാണ് മഞ്ഞപ്പിത്ത സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളതെന്നും ഡിഎംഒ പറഞ്ഞു. ഇവിടുത്തെ 2 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ജില്ലയിൽ മൊത്തം നിലമ്പൂർ 5 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും ഉണ്ട്, പുറത്തേക്കുള്ള അറിയില്ല. കോട്ടയം, മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ അവിടെയൊക്കെ ഉണ്ട്. കാരണം അവിടെയൊക്കെ ശരിക്കും ഈ പറയുന്ന പോലെ വെള്ളത്തിൻ്റെ സ്രോതസ് തന്നെ വലിയൊരു പ്രശ്നമാണ്. അവിടെയും ചില സ്കൂളുകളിൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ചില ഫംഗ്ഷനുകൾ നടത്തുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്ന വെള്ളം, അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിവതും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ടാണോ എന്നുള്ളതും അതിൽ ശുദ്ധജലമാണോ അവർ കൊടുക്കുന്നത് എന്നുള്ളതും പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മളിവിടെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ട് വരുന്നുണ്ട്. അപ്പോൾ ആക്ട് അനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നമുക്ക് പ്രാദേശിക സമിതികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്ട് നിയമങ്ങൾ കുറച്ചും കൂടെ കർശനമാക്കാൻ കഴിയും. പക്ഷെ നിയമങ്ങൾ കർശനമാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ജനങ്ങളിൽ മാറ്റം വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ലാബ് ടെക്നീഷ്യന്മാരുടെ കുറവ് പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ജലനിധിക്ക് കീഴിലുള്ള കിണറുകളിൽ ജലം ശുദ്ധീകരിക്കാനുള്ള മെഷീനുകൾ പ്രവർത്തനരഹിതമാണെന്നും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്തിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകുന്നവർ മുൻകൂട്ടി പഞ്ചായത്തിനെ അറിയിക്കണമെന്നും യോഗത്തിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ, വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ പൊന്നാങ്കടവൻ, ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബിൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 സുരേഷ്, ചുങ്കത്തറ CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വരൻ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷക്കുട്ടി ഇളയടത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ VK മുഹമ്മദ് അൻവർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് കമ്മത്ത്, P ശ്രീജ, TP ഹസീന, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.